നിലമ്പൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനം അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ നിക്ഷേപകർക്കൊപ്പം ഉണ്ടാകുമെന്ന് പി.വി. അൻവർ എം.എൽ.എ. സംസ്ഥാന സർക്കാരിന് പരാതി നൽകുന്നതോടൊപ്പം കോടതിയെയും സമീപിക്കും. പണം നഷ്ടപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചായിരിക്കും തുടർ നടപടികളിലേക്ക് നീങ്ങുക എന്ന് പി.വി. അൻവർ എം.എൽ.എ. പറഞ്ഞു. നാട്ടിൽ ചിട്ടികൾ, സ്വകാര്യ കമ്പനികളും വ്യക്തികളും പണമിടപാട് സ്ഥാപനം തുടങ്ങണമെങ്കിൽ നിലവിലെ ചട്ടങ്ങൾ പാലിച്ചായിരിക്കണമെന്നും എം.എൽ.എ. പറഞ്ഞു. നിലമ്പൂരിന് സമാനമായ തട്ടിപ്പുകൾ പലയിടത്തും വ്യാപകമാകുമ്പോൾ സർക്കാരും വകുപ്പുദ്യോഗസ്ഥരും കാണിക്കുന്ന അലംഭാവമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ആവർത്തിക്കാൻ കാരണമെന്നും നിക്ഷേപകരുടെ പണവുമായി മുങ്ങിയവർക്ക് ചില ബന്ധുക്കളും മറ്റും സംരക്ഷണം ഒരുക്കുന്നതായുള്ള നിക്ഷേപകരുടെ പരാതി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നിക്ഷേപകരെ പറ്റിച്ച പണം അവരുടെ പക്കൽ ഉള്ളപ്പോൾ അതിന് സാധ്യതയുണ്ടെന്നും എം.എൽ.എ. പറഞ്ഞു. പല തട്ടിപ്പുകാർക്കും സഹായമൊരുക്കിയ കേസുകളിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ സംഭവവും എം.എൽ.എ. എടുത്തു പറഞ്ഞു. നിലമ്പൂരിലെ കാരാട്ടുകുറീസിലും ധനക്ഷേമ നിധിയിലുമായി നിക്ഷേപകർ നൽകാനുള്ളത് 10 കോടി രൂപയിലേറെ ഉണ്ടെന്ന് ഈ ബാങ്കുകളിലെ മാനേജർമാർ എം.എൽ.എയോട് പറഞ്ഞു. കാരാട്ടുകുറീസിൽ പണം നിക്ഷേപിച്ചതിൽ 90% പാവപ്പെട്ടവരാണ്. ധനക്ഷേമ നിധിയിൽ ലക്ഷങ്ങളാണ് പലരും സ്ഥിരം നിക്ഷേപം ഇട്ടിട്ടുള്ളത്. പരാതിയിൽ പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുമെന്ന പ്രതീക്ഷയും എം.എൽ.എ. പ്രകടിപ്പിച്ചു. എം.എൽ.എ. വരും എന്ന് അറിഞ്ഞതോടെ നിക്ഷേപകരും ബ്രാഞ്ചുകളിലെ ജീവനക്കാരും ഏജന്റുമാരും സ്ഥലത്തെത്തിയിരുന്നു. എടക്കര ഉണ്ണിച്ചന്തം സ്വദേശി സന്തോഷ്, എടക്കര മില്ലുംപടി സ്വദേശി മുബഷീർ എന്നിവരാണ് കോടികളുമായി നാടുകടന്നത്. നിലമ്പൂരിലെ സമാനമായ തട്ടിപ്പാണ് കോഴിക്കോട്, പാലക്കാട്, വയനാട് ജില്ലകളിലായി 13 ബ്രാഞ്ചുകളിലും നടന്നിട്ടുള്ളത്. കുറഞ്ഞത് 14 ബ്രാഞ്ചുകളിലായി 100 കോടിയിലേറെ രൂപ ഇവർ തട്ടിയെന്നാണ് സൂചന. ന്യൂസ് ത്രെഡ് 24 നിലമ്പൂർ.